എന്നെക്കൊണ്ട് അഭിപ്രായം പറയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറൊന്ന് കൊടുക്കാനല്ലേ? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്ക് പോറലേൽക്കാത്ത വിധത്തിലായിരിക്കണം. ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള കളി നടന്ന ദിവസം അനുഭവിച്ച ടെൻഷനൊന്നും ഇന്നുണ്ടായില്ല. അപ്പം അതൊരു ഹൂഡിനിയുടെ ഗ്രേറ്റ് എസ്കേപ്പ് പോലെയാണ്. മെസ്സിയെ ഫുട്ബോൾ മാന്ത്രികനെന്ന് പറയാറുണ്ട്. പക്ഷെ അതിപ്പം 39ാമത്തെ വയസ്സിലും അദ്ദേഹം അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 90 മിനിറ്റിൽ 2 ഗോളുകളാണ് പിറന്നത്. പിന്നെ അധിക സമയം 30 മിനിറ്റ് വന്നപ്പോൾ അപ്പോഴും 2 ഗോള് പിറന്നു. അപ്പോൾ പിറന്ന 2 ഗോളും അർജൻറ്റീനയാണ് അടിച്ചത്. ജൂലിയൻ ആൽവാരസും അതുപോലെ തന്നെ ലോട്ടോറോ മാർട്ടിനസും. മെസ്സിയുടെ ഒരു ഗോള് ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. മെസ്സി വലിയൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇത്തവണ പ്രാരംഭഘട്ടം മുതൽ ഇന്ന് നടന്ന ഈ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മറ്റെല്ലാ മത്സരങ്ങളിലും ഒരു തവണ ഹാട്രിക്ക്, ഒരു തവണ ബ്രേസ്, 2 ഗോള്, അതല്ലെങ്കിൽ 1 ഗോള്. ഇന്നും ഗോൾ പാർട്ടിസിപ്പേഷനുണ്ട്. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നാണ്. അത് അസിസ്റ്റായിട്ട് കൂട്ടും. ഇത്തവണത്തെ ലോകകപ്പിൻ്റെ ഒരു പ്രത്യേകത, ഫുട്ബോൾ ശക്തികളെന്ന് പേര് കേട്ടിട്ടില്ലാത്ത ചില രാജ്യങ്ങൾ വിസ്മയകരമായ പ്രകടനം നടത്തി. കേപ്പ് വെർദ അത്തരത്തിലുള്ള ഒന്നാണ്. ഈജിപ്റ്റ് അത്തരത്തിൽ. ഈ 2 ടീമുകളും മെസ്സിയുടെ അർജൻറ്റീനയെ പിടിച്ചു കെട്ടിയെന്ന് തന്നെ പറയാം. മൊറോക്കോ വളരെ നല്ല തരത്തിൽ കളിച്ചു. പക്ഷേ പ്രീ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ഫ്രാൻസിനോട് അതുപോലെ പിടിച്ചു നിൽക്കുക. ഫ്രാൻസുമായിട്ടാണ് കളിച്ചതെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഓർമ്മയില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, സെമി ഫൈനലിലേക്ക് കടന്ന 4 ടീമുകളും ഫുട്ബോൾ റാങ്കിങ്ങിൽ ലോകത്തെ ഇന്നത്തെ ടോപ്പ് 4 രാജ്യങ്ങളാണ് സെമി ഫൈനലിൽ വന്നിരിക്കുന്നത്. വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് ദുഃഖകരമായ കാര്യം, ബ്രസീലില്ല. ബ്രസീലിൻ്റെ ആരാധകരോട് ഞാൻ എൻ്റെ വിഷമം അറിയിക്കുന്നു. ജർമ്മനിയില്ല. നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാതെ ജർമ്മനി പോയി. മറ്റൊരു പ്രബല ടീമായിരുന്നു ഹോളണ്ട്. ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ മിഡ്ഫീൽഡ് ജനറൽ എന്ന് പറയുന്ന വാൻഡിക്കിൻ്റെ ടീമാണ്. നമ്മുടെ ലിവർപൂളിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയാണ് വാൻഡിക്ക്. അദ്ദേഹത്തിൻ്റെ ടീം പുറത്തുപോയി. അപ്പോൾ അവരെല്ലാം ഈ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ്. വലിയൊരു ജനാധിപത്യം ഫുട്ബോൾ ലോകകപ്പിലിപ്പോൾ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അധികം പേര് കേട്ടിട്ടില്ലാത്ത ഫുട്ബോൾ ടീമുകളുള്ള രാജ്യങ്ങൾ അവർ ശക്തമായിട്ട് പൊരുതി അവരുടെ കഴിവ് തെളിയിച്ചു. ഈ ലോകകപ്പിലെ ഒരു മനോഹരമായ നിമിഷം, മെസ്സിയെയും അർജൻറ്റീനയും വല്ലാതെ വെള്ളം കുടിപ്പിച്ച കേപ്പ് വെർദ, അതിന് 40 വയസ്സ് കഴിഞ്ഞ ഗോൾ കീപ്പർ വോസിഞ്ഞോ, ഇന്നിപ്പം ലോകം മുഴുവൻ അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹം മെസ്സിയുടെ ഒരു ഗോളിന് വഴങ്ങി. കളി കഴിഞ്ഞതിന് ശേഷം മെസ്സി വോസിഞ്ഞോയെ കണ്ടിട്ട് പറഞ്ഞത്, വോസിഞ്ഞോ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അഭിമാന മുഹൂർത്തമായിരുന്നു അത്. മെസ്സി വോസിഞ്ഞോയോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ രാജ്യം അഭിമാനിക്കും. ആ മെസ്സിയുടെ ഒരു അഭിപ്രായ പ്രകടനം വോസിഞ്ഞോയെ വല്ലാതെ മനസ്സുകൊണ്ട് ഫുട്ബോളിനെക്കുറിച്ചും മെസ്സിയെക്കുറിച്ചും ഒക്കെ പുതിയ ചില തരത്തിൽ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മെസ്സി സ്വകാര്യമായിട്ട് പറഞ്ഞത് വോസിഞ്ഞോയാണ് പരസ്യപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിന്നെ ചികിത്സിക്കാൻ പൈസയുടെയൊക്കെ പ്രയാസമുണ്ട്. അത്തരം ഒരു സഹോദരനെ പോലെ എന്നെ കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് കരാർ അവസാനിക്കുകയാണ് വോസിഞ്ഞോയുടെ. അപ്പോൾ തുടർന്നും ഫുട്ബോൾ കളിക്കണം, അതിന് എന്നാലാകുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കളിക്കളത്തിന് പുറത്തുള്ള ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കോപ്പ അമേരിക്ക മെസ്സി ജയിച്ചപ്പോൾ മെസ്സിയുടെ ഉറ്റ സുഹൃത്ത് നെയ്മർ പോയിരുന്ന് കരയുകയായിരുന്നു. അപ്പോൾ മെസ്സി ആദ്യമായിട്ട് കോപ്പ അമേരിക്ക നേടിയതിന് സന്തോഷം പങ്കിടാൻ കൂട്ടുകാരോട് ചേരുന്നതിന് പകരം നെയ്മറെ പോയി ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കായിക രംഗം നമുക്ക് പകർന്നു തരുന്ന ഒരുപാട് പാഠങ്ങൾ. മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം. കളിക്കളത്തിൽ വലിയ ഉരസലും ചെറിയ ഫൗൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. എന്നാലും ഫൗളുകൾ ഒഴിവാക്കാൻ പരമാവധി നോക്കണം. ഓരോരുത്തരും അവരുടെ കഴിവുകൾ പരമാവധി കളിക്കളത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നമുക്കിനി സെമി ഫൈനലിലേക്ക് പോകാം. ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള സെമി ഫൈനൽ എന്ന് പറയുമ്പം 1978 മറഡോണയുടെ
പിന്നെ അർജൻറ്റീനയും പീറ്റർ ഷിൽട്ടൻ്റെ ഇംഗ്ലണ്ടും തമ്മിൽ ഒരു കളി നടന്നിരുന്നു. മറ്റേ കൈകൊണ്ടൊരു ഗോള് മറഡോണ അടിച്ചത് ആ കളിയിലാണ്. ഇത്തവണ അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഫുട്ബോൾ മത്സരം തുറന്നുള്ള സെമി ഫൈനൽ ഘട്ടത്തിലും ഫൈനൽ ഘട്ടത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രതീക്ഷ, നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇത്തവണ കപ്പ് നേടാൻ ഏറ്റവും തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എംബപ്പയുടെയും ഡെമ്പല്ലയുടെയും ഫ്രാൻസാണ്. പക്ഷേ ഏത് ടീമും ഒരു ദിവസം ചിലപ്പം അവരുടെ എല്ലാ കഴിവും പുറത്തെടുത്തില്ല എന്ന് വരും. ഇതുവരെ കളിക്കാത്ത കളി മറ്റൊരു ടീം പുറത്തെടുത്തു എന്ന് വരും. അതുകൊണ്ട് ഇതെല്ലാം പ്രവചന അതീതമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സി ഒരിക്കൽ കൂടി കപ്പ് ഉയർത്തണം. ഗോൾഡൻ ബൂട്ട് ലയണൽ മെസ്സിക്ക് കിട്ടണം. ഇപ്പോൾ ടൈയാണ്. എംബപ്പയും ലയണൽ മെസ്സിയും പിന്നെ രണ്ടുപേരും തുല്യ ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. തുല്യ എണ്ണമാണ് ഗോളുകൾ അടിച്ചിട്ടുള്ളത്. രണ്ടുപേരും തുല്യ അസിസ്റ്റുമാണുള്ളത്. 8 ഗോളും ഈ 2 വീതം അസിസ്റ്റുമാണ്. അപ്പോൾ ഇത്തവണ പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള എംബപ്പെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച റെക്കോർഡ് തിരുത്താൻ ഉള്ള സാധ്യത ഇപ്പം മെസ്സിയാണ്. പിന്നെ ആ ജർമ്മൻകാരൻ കളിക്കാരൻ്റെ റെക്കോർഡ് തകർത്ത് 16 ഇപ്പം മെസ്സി 21 ഗോളോ മറ്റോ ആയിട്ടുണ്ട്. എംബപ്പ 19 ഗോളുമായിട്ട് തൊട്ട് പിന്നാലെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല റെക്കോർഡുകളും ഇത്തവണ ഉണ്ടാവും. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോളടിച്ച ഒരേ ഒരു താരമേ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഇത് കാണുന്ന ഒരുപാട് പേര് റൊണാൾഡോ ഫാൻസാണെന്ന് എനിക്കറിയാം. അവർക്കും സന്തോഷിക്കാം. അപ്പം നേരത്തെ പോർച്ചുഗീസ് ടീം ഔട്ടായിപ്പോയതിനകത്ത് ദുഃഖമുണ്ട്. എന്നാലും നെയ്മർ തുറന്ന് കളിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വേദന നമുക്കെല്ലാം ഉണ്ട്. എന്നാലും പുതിയ പുതിയ കളിക്കാർ വരും. പിന്നെ നമ്മുടെ ഹാളണ്ടിൻ്റെ പിന്നെ നോർവേ പരാജയപ്പെട്ടു പോയി. പെനാൽറ്റി ബോക്സിൽ പോയി കാത്തു നിന്നിട്ട് കിട്ടുന്ന പന്തെല്ലാം ഗോളാക്കുന്ന വിദ്വാനാണ്. പക്ഷേ ഇന്ന് ഇംഗ്ലണ്ടിനെതിരായിട്ട് പിന്നെ അത് പറ്റിയില്ല. അത്രയേ ഉള്ളൂ. എന്തായാലും നല്ല ഒരു ഫുട്ബോൾ മാമാങ്കം ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ടീം ജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് മെസ്സിയും അർജൻറ്റീനയും ജയിക്കണമെന്നാണ്. അല്ല, സ്പോർട്സിൽ നിന്നും സന്ദേശം വ്യക്തി ജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമുക്ക് കുറച്ച് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ കളിയിൽ 2-3 ഗോളിന് പിന്നിട്ട് നിൽക്കുന്ന പോലെയാണ് ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടാലും നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. നമുക്ക് എന്നും ഒന്നും ഒരുപോലെ ആയിരിക്കില്ലെന്ന് കടമിനിട്ട ശാന്തയിൽ പറയുന്നത് പോലെ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ആത്മഹത്യയൊക്കെ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം നശിപ്പിച്ച് കളയരുത്. എത്ര ദുസ്സഹമായ ജീവിത സാഹചര്യം ഉണ്ടെങ്കിലും നമുക്കതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ സ്നേഹിതന്മാരുടെ സഹായത്തോടു കൂടി പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. സ്നേഹിതന്മാരുടെ സഹായം ആവശ്യമാണ്. ഇവിടെ സ്കോർ ചെയ്യണമെങ്കിൽ അസിസ്റ്റ് ആവശ്യമാണ്. മറ്റു പലരും കളിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന പന്താണ് ഗോളാക്കി മാറ്റാൻ കഴിയുക. അപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ ആവശ്യകത. ചിലപ്പം എനിക്ക് ഗോളടിക്കാവുന്നിരിക്കലും അപ്പുറം നിൽക്കുന്ന പിന്നെ പ്രശാന്തിനാണ് സ്കോർ ചെയ്യാൻ കുറേ കൂടെ മെച്ചപ്പെട്ട സാഹചര്യം എന്നുണ്ടെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യണം. അതിനുള്ള മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ സഹായിക്കണമെന്നുള്ളൊരു ചിന്ത കളിയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇത് ബാധകമാണ്. അപ്പം ഹാഫ് ടൈമിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകുതിയിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വീഴ്ചകളില്ലെന്ന് അഭിനയിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. വീഴ്ചകളൊരു എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞിട്ട് കോച്ച് പറയുന്നതനുസരിച്ച് അടുത്ത ഹാഫിൽ ആ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ്. അപ്പോൾ കളിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും എടുക്കാൻ കഴിയും. പക്ഷെ ഇതിന് വേറൊരു കാര്യം കൂടി, ഫുട്ബോളായാലും ഇതായാലും ബന്ധപ്പെട്ടവര് നൽകേണ്ട സമയത്ത് യെല്ലോ കാർഡ് നൽകാത്തൊരു സാഹചര്യം രാജ്യത്തും ഇല്ലേ? ഫോണുകൾക്ക് യെല്ലോ കാർഡ് കിട്ടാത്തൊരു സാഹചര്യവും ഇല്ലേ? രാജ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള റഫറി ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ശരിയാണ്, അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. യെല്ലോ കാർഡ് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞത് കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ രാജ്യത്ത് പിന്നെ കളി തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ പ്രശ്നം, കളി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ടീമിലെ കളിക്കാരെ പകുതി പേരെ ഗോളിയെ ഉൾപ്പെടെ മറ്റേ
ടീം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. പിന്നെ റഫറിയെയും കൂടെ നിർത്തി ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ റഫറി നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അത് ഞാൻ ഒരു രാജ്യത്തെക്കുറിച്ചല്ല പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഞാൻ വളരെ ആസ്വദിച്ചൊരു സ്റ്റാൻഡപ്പ് കോമഡിയുണ്ട്. അപ്പോൾ ആ നിലയിൽ പല തലങ്ങളിൽ ഓരോന്നിനെയും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. ഇതിലെ ഇപ്പോൾ കളിയിൽ എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മുന്നേറുന്നത്, എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും. ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലും മറ്റും കണ്ടുവരുന്നത് ഒരു വിഷയത്തിൽ തന്നെ പല അഭിപ്രായങ്ങൾ പറയുകയാണ് നേതാക്കൾ. അങ്ങ് എല്ലാ വാർത്തയും ശ്രദ്ധിക്കുന്ന ആളാണ്, ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വിഴിഞ്ഞ വിഷയത്തിലാകട്ടെ പല വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നേതൃത്വത്തിനിടയിൽ ഭിന്നതയുണ്ടോ പല വിഷയങ്ങളിലും? അല്ല, ഈ പല വിഷയങ്ങളിലും പല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണം നിങ്ങൾ നടത്തിയിട്ട് എന്നെക്കൊണ്ട് അഭിപ്രായം പറയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറൊന്ന് കൊടുക്കാനല്ലേ? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്ക് പോറലേൽക്കാത്ത വിധത്തിലായിരിക്കണം. അത് ഞാൻ ഉൾപ്പെടെ, ജനറൽ സെക്രട്ടറിയായ ഞാൻ ഉൾപ്പെടെ പാർട്ടിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പൊതുവിൽ പറയും. ഇപ്പം ആരെങ്കിലും പറയുന്നത് പരസ്പര വിരുദ്ധമായി പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത്. അതിനെക്കുറിച്ച് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി മറ്റൊരാളും അതിനെക്കുറിച്ച് പറയും, അവരോട് നേരിട്ട് ചോദിക്കും. എൻ്റെ അഭിപ്രായം പൊതുവിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾ പൊതുവിൽ പറയുന്ന അഭിപ്രായങ്ങൾ പാർട്ടി അതിലെ ഐക്യം, അതിലെ കൂട്ടായ്മ അത് മുറുകെ പിടിക്കാൻ സഹായിക്കുന്നതായിരിക്കണം. വിശേഷിച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇപ്പം പാർട്ടി കേരളത്തിൽ വലിയൊരു തിരിച്ചടിയൊക്കെ നേരിട്ട് രാജ്യത്ത് തന്നെ പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാർട്ടിയിൽപ്പെട്ടവർ പറയുന്നതൊന്നും പാർട്ടിക്ക് ദോഷമാകുന്ന വിധത്തിൽ ആകാൻ പാടില്ല. ഇത്രയും മതി ഇതിനെക്കുറിച്ച്.